അടി വെച്ച് വരട്ടെ. അയ്യോ അടിയാവരുത്. ഹായ് കൂട്ടുകാരെ, പറയടോ. ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുസ്വാഗതം. സ്വാഗതം പറയാൻ എത്തിയിരിക്കുന്ന ആളങ്ങ് ദൂരെ നിൽക്കുക. എവിടെ? ആകാശത്ത്. അതൊക്കെ ഞാൻ എടുത്തു. ഇത് നമ്മുടെ തക്കാളിയുടെ ഇത് കോളിഫ്ലവർ. അവിടെ കുറെ ചീത്തയായി പോയ തക്കാളികൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലം. ഇത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യാണ്. എന്ന് വെച്ചാൽ ഒരു പൊല്യൂഷൻ ഇല്ല ഇവിടെ, ഒരു പൊടിയില്ല, ഒന്നുമില്ല. സൂപ്പർ ഭംഗിയുള്ള സ്ഥലം. അവിടെ പാലക്ക് കൃഷി ചെയ്ത് ഒരു സൈഡില് പറിച്ച് ഒരു സൈഡില് കിളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇത് മെന്തിയ സോപ്പ്, എന്താ പറയാ, മേത്തിയുടെ ഉലുവച്ചീര. ഉലുവച്ചീര. ആ മേളിലാണെങ്കിൽ നമ്മള് കടുകും കണ്ടായിരുന്നു, അതും കാണിക്കാം. കടുകാണ് ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടം. മഞ്ഞപ്പൂ നിറച്ച്. അതെ, അത് ആ പൂവാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. എന്താ ഇപ്പൊ പാടാൻ പോണേ? പാട്ടല്ലേ? ആ പാട്ടാണ്. നമുക്ക് ഈ സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാടിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ ജി ദേവരാജൻ മാഷിന്റെ മ്യൂസിക്കില് വയലാർ രാമവർമ്മ സാറിന്റെ വരികൾക്ക് സുശീലാമ്മ പാടിയൊരു പാട്ടുണ്ട്, ഒരു സൂപ്പർ പാട്ട്. അത് ഒരു പെണ്ണിന്റെ കഥ എന്ന് പറഞ്ഞൊരു പഴയ സിനിമയിലെ ഒരു പാട്ടാണ്, പക്ഷെ പൊളിപ്പാട്ടാണ്. അപ്പൊ ഈ പാട്ടുകളൊക്കെ കേട്ടാണ് ഞാനൊക്കെ വളർന്നത്. താൻ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ന്യൂ ജനറേഷൻ അല്ലേടോ. അതാ ഞാൻ പറയാം, കൊറേ പൊക്കുന്നു. എന്തിനാണെന്തോ ഞാൻ എന്റെ കരളൊന്നും തരൂല കേട്ടോ. വേണ്ട, എനിക്ക് കരള് വേണ്ട. ഇച്ചിരി ബിരിയാണി തന്നാ മതി, തന്നാലും മതി. അതൊക്കെ വേണം തരാം. അപ്പൊ അതാണേ. അപ്പൊ ആ പാട്ട് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണേ. ഒരു മനുഷ്യന് എന്ത് വേണമെങ്കിലും കൽപ്പിക്കാം. കൽപ്പനികയാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഭൂമിയും പ്രകൃതിയും അതൊക്കെ തന്നെ കൂടുതൽ അന്ന് രാമവർമ്മ സാറിൻ്റെ പാട്ടിൽ കൂടുതലും ഉള്ളത്. അപ്പം നിങ്ങൾക്ക് അനുവാചകരുടെ ഹൃദയത്തിൽ എന്ത് തോന്നുന്നു അതാണ്, അത്രയേ ഉള്ളൂ. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ പവിഴ കൈനഖമുനയാൽ പ്രകൃതിയ കവിത പകർത്തി വെച്ചു, അന്നതു ഞാൻ വായിച്ചു, വന്നു കണ്ടു കീഴടക്കി, എന്നെ കേളി പുഷ്പമാക്കി, ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. സ്വർഗാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ കമനീയാങ്കൻ പ്രിയനൻ മനസ്സിലാ കവിത കുറിക്കാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ കമനീയാങ്കൻ പ്രിയനൻ മനസ്സിലാ കവിത കുറിച്ചു വെച്ചു, ഞാൻ അവനെ സ്നേഹിച്ചു, വന്നു കണ്ടു കീഴടക്കി, എന്നെ കേളി പുഷ്പമാക്കി. സ്വർഗാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ കമനീയാങ്കൻ
വന്നു കണ്ടു കീഴടക്കി എന്നെ കേളി പുഷ്പമാക്കി ശ്രാവണ ചന്ദ്രിക പൂജോടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഈ പാട്ടൊക്കെ പാടുമ്പോ ആ ഒരു എന്താ പറയാ അതിനകത്തുള്ള ഒരു ഭാവന ഉണ്ടല്ലോ, ശരിക്കും ആ ഒരു വരികളിലൊക്കെ നമ്മളങ്ങനെ ശരിക്കും ഇപ്പം നമ്മൾ പറയില്ലേ നമ്മൾ അങ്ങനെ പുഴയിലൊക്കെ ആറാടി എന്ന് പറയില്ലേ എന്ന് പറഞ്ഞാൽ ആ ലൈനിലൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ അതിലേക്ക് അനുഭവിക്കുവാണ്, ആ ലൈനൊക്കെ അനുഭവിക്കുവാണ് ശരിക്കും കവിതയിലേക്ക് തുളുമ്പി. ശരിക്കും ആ ഭാവന എന്ന് പറയുന്നുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു കവിതകളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ അത്രത്തോളം അങ്ങോട്ട് നമുക്ക് ആ ഒരു സുഖം കിട്ടില്ല. അതായത് ശ്രുതിയും താളവും എന്ന് പറയുന്ന പോലെ അതിലൊരു എല്ലാം ഉണ്ട്, അതൊരു പൂർണ്ണമാണ്. അതിൽ കൂടുതൽ എനിക്ക് അതിനെ വർണ്ണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പാട്ട് പാടുമ്പോൾ ദേഹമൊക്കെ ഇങ്ങനെ കുളിര് കോരും. അതൊക്കെ പാടാൻ നമുക്കൊക്കെ എന്നെ കൊണ്ട് അത്രയൊന്നും പറ്റത്തില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ ശ്രുതിയൊക്കെ പോയി, പക്ഷെ സാരമില്ല, ഇത്രയും പൊങ്ങിയ ഒരു പാട്ടല്ലേ, പാടാനൊരു ധൈര്യം വേണേ. അതിന് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയാണ്, അല്ല ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. തട്ടിക്കൊടുക്കോ, തട്ട് തള്ളോ എന്താ വേണ്ടത് എന്റെ അടുത്ത് പറ, ഞാൻ ചെയ്തുതരാ. അല്ലടോ, എന്റെ ഒരു കൂട്ടുകാരുണ്ടേ തിരുവല്ലേന്ന്, അവരെപ്പോഴും എന്നോട് പറയും പോട്ട് എന്ന് പറഞ്ഞാലോ. കൂട്ടുകാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെ ഒരു ടൈപ്പാ. അപ്പൊ ശരി, എല്ലാവർക്കും ഒരു സായങ്കാല സൂര്യന്റെ ആ ഒരു ഭംഗി കണ്ടോ, അതെ ഇത് കണ്ടോ, എന്ത് രസ സൂര്യൻ അസ്തമിക്കാറായ സൂര്യൻ. ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും ഇല്ല ഞങ്ങളല്ലാണ്ട്. പേടിയില്ല, രണ്ടും കൂടെ വന്ന് നിൽക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു പേടിയൊന്നുമില്ല. ഇത് കണ്ടോ, അങ്ങോട്ടൊക്കെ സ്ഥലം. ഒരു ജീവി ഇങ്ങനെ ചാടി വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഓടും. ഞാൻ ആരെയും നോക്കില്ല, സ്വന്തം മോനാണെങ്കിൽ പോലും ഞാൻ ഓടും. പക്ഷെ ഞാൻ ഓടത്തില്ല കേട്ടോ, വേറെ കാര്യം. നിങ്ങൾ അതിനെ പോയി സ്നേഹിക്കുമായിരിക്കും, എനിക്ക് അതിനെ പറ്റൂല. ഒരു കാര്യമാണോ, ധീരന്മാർക്ക് ഒരിക്കലേ മരണമുള്ളൂ. താൻ മരിച്ചോ, ഞാൻ പിന്നെ മരിച്ചോളാം, ഞാൻ ഓടിക്കോളാം. എന്നാ ശരി, നമുക്ക് പിന്നെ പോയി മരിക്കാം. പോയിട്ട് വരാം, ബൈ.